ജ്ഞാനായ സമുദായ മെത്രാപ്പോലിത്തയുടെ കൽപ്പനയെ ധിക്കരിക്കുകയും അവരെ നിയമിച്ച പള്ളികളിൽ പോകുവാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ഈ 6 വൈദികർക്കെതിരെ വിശ്വാസികളുടെ പ്രതിഷേധം രൂക്ഷമാവുകയാണ്. ജ്ഞാനായ സമുദായ മെത്രാപ്പോലിത്തയും ആർച്ച് ബിഷപ്പുമായ സെവേറിയോസ് മാർ കുറിയാക്കോസ് തിരുമേനി വൈദികരുടെ പൊതു സ്ഥലം മാറ്റം നടത്തിയിരുന്നു. എല്ലാ 3 വർഷം കൂടുന്തോറും ജനുവരി ആദ്യ ആഴ്ചയിൽ പ്രാബല്യത്തിൽ വരത്തക്ക വണ്ണമാണ് പൊതു സ്ഥലമാറ്റം നടപ്പാക്കുന്നത്. അതിനുള്ള ലിസ്റ്റുകൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ പഠിച്ചു തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുകയും കൽപ്പന കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇത്തവണയും ചെയ്തത്. സ്ഥലമാറ്റ ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ 6 വൈദികർ അവർക്ക് കൊടുത്ത പള്ളിയിൽ ചുമതല ഏൽക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഫാദർ ജോൺ തോമസ്, ഫാദർ ടിനോ തോമസ്, ഫാദർ ജിബി ജോസഫ്, ഫാദർ മാത്യു, ഫാദർ ഇമ്മാനുവൽ കെ തോമസ്, ഫാദർ ബിനു മാത്യു എന്നിവരാണ് വരുന്ന ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അവരെ ചുമതലപ്പെടുത്തിയ പള്ളിയിൽ പോകാൻ വിസമ്മതിച്ചത്. ഇനി ജ്ഞാനായ സമുദായത്തിൽ നിന്നും ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ കൊടുക്കേണ്ടതില്ല. അവർ 6 പേരും വള്ളംകുളത്ത് നിന്നോ അല്ലെങ്കിൽ അന്ത്യോക്യയിൽ നിന്നോ ശമ്പളവും ആനുകൂല്യങ്ങളും സ്വീകരിക്കട്ടെ എന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത്. ജോലി ചെയ്യാത്തവർക്ക് കൂലി കൊടുക്കേണ്ട കാര്യമില്ല. ഇവരെ ശമ്പള ലിസ്റ്റിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യണം. ഇവർ പുതിയ പള്ളികളിൽ പോയി ചുമതല ഏൽക്കുന്നതിന് ഒരു തടസ്സവും ഇല്ലാതിരിക്കെ മനഃപൂർവ്വമാണ് മാറി നിൽക്കുന്നത്. ഇവർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത് വിമത സഹായ മെത്രാന്മാരും യാക്കോബായ നേതൃത്വവുമാണ്. അവർ പോയില്ല എങ്കിൽ ഈ പള്ളികളിൽ ഞായറാഴ്ച കുർബാന മുടങ്ങും. അങ്ങനെ കുർബാന മുടങ്ങുകയാണ് എങ്കിൽ സമുദായക്കാർ ജ്ഞാനായ കമ്മിറ്റിക്കെതിരെയും സമുദായ മെത്രാപ്പോലിത്തക്കെതിരെയും തിരിയും, പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നൊക്കെയാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതൊക്കെ അവരുടെ ജൽപ്പനകൾ മാത്രം. ഇവർ പോകില്ലെന്ന് ഇവർ മനസ്സിൽ കാണുന്നതിന് മുൻപ് തന്നെ സമുദായ മെത്രാപ്പോലിത്തയും ജ്ഞാനായ കമ്മിറ്റിയും മാനത്ത് കണ്ടിരുന്നു. ഇവരെ സ്ഥലം മാറ്റിയ പള്ളിയിൽ വരുന്ന ഞായറാഴ്ച കുർബാന മുടങ്ങാതിരിക്കാൻ പകരം സംവിധാനം ഒരുക്കി കഴിഞ്ഞു. സമുദായ മെത്രാപ്പോലിത്തയുടെ ഒപ്പം ജ്ഞാനായ കമ്മിറ്റിയും പ്രത്യേകിച്ച് സെക്രട്ടറി ടി.ഒ. എബ്രഹാം തോട്ടത്തിലും ചേർന്ന് എല്ലാ പള്ളികളിലും പകരം സംവിധാനങ്ങൾ ഒരുക്കിയതിനാൽ സമുദായത്തിലെ ഒരു പള്ളികളിലും കുർബാന മുടങ്ങുകയുമില്ല. ഇതൊക്കെ ചെയ്തും ചെയ്യിച്ചും പ്രാഗൽഭ്യമുള്ളവർ തന്നെയാണ് ജ്ഞാനായ സമുദായം ഭരിക്കുന്നത്. ഓലപ്പാമ്പിനെ ഇട്ട് പിടിപ്പിച്ചാൽ പേടിക്കുന്നവരല്ല ജ്ഞാനായ സമുദായ നേതൃത്വം. കൊച്ചി ഗ്രിഗോറിയോസും വള്ളംകുളം ഗ്രിഗോറിയോസും വിചാരിച്ചാൽ ജ്ഞാനായ സമുദായത്തെ ചൂണ്ടുവിരലിൽ നിർത്താമെന്ന് സ്വപ്നം കാണുന്നു. എന്നാൽ ഇവരും ഒപ്പം നിൽക്കുന്നവരും സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ ആണെന്ന് ജ്ഞാനായ സമുദായ നേതൃത്വം കാണിച്ചു കൊടുത്തു. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് സഹായ മെത്രാന്മാർ തീർത്തും ഒറ്റപ്പെട്ടുവെന്നും തെളിഞ്ഞത് തന്നെയാണ്.